വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ തകർന്ന അപകടം. ശക്തമായ തിരയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉയർന്നു പൊങ്ങിയാണ് അപകടമുണ്ടായത്. കടലിൽ വീണ 15 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. തിരമാല മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കെയാണ് വിനോദസഞ്ചാരികളെ ബ്രിഡ്ജിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ സർക്കാർ റിപ്പോർട്ട് തേടി. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ശക്തമായ തിരയിൽപ്പെട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ തകർന്നത്. 15-ലധികം വിനോദസഞ്ചാരികൾ കടലിൽ വീണു. ലൈഫ് ഗാർഡും നാട്ടുകാരും ചേർന്നാണ് മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തിയത്. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. തിരമാല മുന്നറിയിപ്പുണ്ടായിരുന്നിട്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് സഞ്ചാരികളെ കടത്തിവിട്ടെന്ന് ലൈഫ് ഗാർഡുകൾ ഉൾപ്പെടെ പറയുന്നു. അത് രാവിലെ മുതലേ ഈ തിരമാല ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആളെ അനുസരിച്ചാണ്, കാര്യം തിരയടി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നേരെ ഈ ശനി ഞായറൊക്കെ വെക്കേഷൻ ദിവസങ്ങളാണ് ആളെ ശരി കയറുന്നതാണ്. പക്ഷെ അവരെ അനുസരിച്ചാണ് കയറും. പക്ഷേ ഞാൻ ഇത് നടക്കുന്നതിന് ഒരു 10-20 മിനിറ്റ് മുമ്പ് മുന്നറിയിപ്പ് കൊടുത്തു. 2 ടീമും അപ്പുറത്തുള്ള ജിസ്കി ടീമിന് ഇവരെടുത്തും പറഞ്ഞ് തിരയടിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്നാണ് ശക്തമായിട്ടൊരു 3-4 തിര ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ വന്ന്. അപ്പോഴേ ഏകദേശം ഒരു 10-25-30 ആളെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അടിച്ച് മൊത്തം എല്ലാം പൊളിഞ്ഞങ്ങ് പോയി. അപകടത്തിൽ പരിക്കേറ്റവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും വർക്കല താലൂക്ക് ആശുപത്രിയിലും വർക്കല മിഷൻ ആശുപത്രിയിലും ചികിത്സയിലാണ്. തമിഴ്നാട്, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും പരിക്കേറ്റവരിലുണ്ട്. ചികിത്സയിലുള്ളവരുടെ നില ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ ടൂറിസം ഡയറക്ടറോട് മന്ത്രി PA മുഹമ്മദ് റിയാസ് അടിയന്തര റിപ്പോർട്ട് തേടി. മാസങ്ങൾക്ക് മുൻപാണ് വർക്കലയിൽ ടൂറിസം വകുപ്പ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. സ്വകാര്യ ഏജൻസിക്കാണ് ബ്രിഡ്ജിന്റെ നടത്തിപ്പ് ചുമതല. 24 തിരുവനന്തപുരം.